അങ്ങനെ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മ നായകനാവുന്ന ഈ ടീമിൽ ഉപനായകനായി വന്നിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലാണ്. അതിനൊപ്പം ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും ഈ ടീമിൽ കളിക്കുന്നുണ്ട്. മുഹമ്മദ് ഷമി ഏതാണ്ട് 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അതുപോലെ സഞ്ജു സാംസൺ, നമ്മുടെ മലയാളി താരമായ സഞ്ജു സാംസണ് ഈ ടീമിൽ ഇടമില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ഈ ടീമിനെ പ്രഖ്യാപിക്കുന്ന ഈ സമയത്ത് തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖമിനുക്കൽ നടപടിയുടെ ഭാഗമായി BCCI പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരു പുതിയ ബാറ്റിംഗ് പരിശീലകനെ പ്രഖ്യാപിച്ചത്. മുൻ താരം സിതാൻഷു കൊട്ടക്കിനെയാണ് BCCI ഇന്ത്യയുടെ പുതിയ ബാറ്റിംഗ് പരിശീലകനായി കഴിഞ്ഞ ദിനം അപ്രതീക്ഷിതമായി നിയമിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന T20 പരമ്പരകളിലും അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിക്കും ഒക്കെ ആയിട്ടാണ് സിതാൻഷു കൊട്ടക് ബാറ്റിംഗ് കോച്ചായി ഇന്ത്യൻ ടീമിൽ എത്തുന്നത്. സാധാരണ നമുക്കറിയാം, നീണ്ട ചർച്ചകളും ദിവസങ്ങൾ നീണ്ട ഊഹാപോഹങ്ങളും ഉണ്ടാവാറുള്ള തീരുമാനങ്ങൾ ഇത്തവണ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫൈനലായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിനം നമ്മൾ കണ്ടത്. ഇതോടെ ഈ നിയമനം അസിസ്റ്റന്റ് കോച്ചായ അഭിഷേക് നായരെ ബലിയാടാക്കുന്ന തീരുമാനമാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. IPL തലത്തിലും അതുപോലെ മറ്റുമെല്ലാം കോച്ചെന്ന നിലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അഭിഷേകിനെ സമീപകാല പരാജയങ്ങളുടെ പേരിൽ മറ്റുള്ളവരെല്ലാം സേഫാക്കി നിർത്തിയിട്ടും അയാളെ മാത്രം ശിക്ഷിക്കുന്ന രീതിയാണ് ഇപ്പോൾ ആരാധകർ ഈ ഒരു നിയമനത്തെ കാണുന്നത്. തോൽവികളിൽ ഗംഭീറും രോഹിത്തും വിരാടുമെല്ലാം ഒരുപോലെ പങ്കാളികളാകുമ്പോൾ കോച്ചെന്ന നിലയിൽ വലിയ ശിഷ്യന്മാരുടെ ഒരു ഗണം തന്നെയുള്ള വിജയകരമായ ഫ്രാഞ്ചൈസി കോച്ച് ലൈഫുള്ള അഭിഷേകിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ. ഒരർത്ഥത്തിൽ അത്രയും കഴിവില്ലാത്തവനാണോ ഈ അഭിഷേക് നായർ? അഭിഷേകിന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബാറ്റിംഗ് പരിശീലകനാവാനുള്ള യോഗ്യതയില്ലേ? നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ അടക്കം അഭിഷേകിനൊപ്പം തന്നെ ബാറ്റിംഗ് പരിശീലകനായി ഒരു പുതിയ പരിശീലകൻ തന്നെ എത്തുകയാണ്. അഭിഷേകിന്റെ ഉപദേശങ്ങൾ ഇന്ത്യൻ ബാറ്റർമാരെ കാര്യമായ പ്രകടനത്തിന് സഹായിക്കുന്നില്ല. കൊട്ടക് സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ചാണ്. ദീർഘനാളത്തെ പരിചയവും താരങ്ങളെ അടുത്തറിയാമെന്ന മുൻതൂക്കവും അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഒരു BCCI വക്താവ് കഴിഞ്ഞ ദിനം ഈ ഒരു പുതിയ നിയമനം സംബന്ധിച്ച് വ്യക്തമാക്കിയത്. അഭിഷേക് നായർ തുടരുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ടീമുമായുള്ള സംഭാവന നിരീക്ഷിച്ചു വരികയാണെന്നും BCCI വക്താവ് കഴിഞ്ഞ ദിനം വ്യക്തമാക്കിയതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. ഓസ്ട്രേലിയക്കെതിരെയും അതുപോലെ ന്യൂസിലാൻഡിനെതിരെയുമുള്ള ടെസ്റ്റ് പരമ്പരകളിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര മോശം പ്രകടനം നടത്തിയതോടുകൂടിയാണ് അഭിഷേക് നായർക്ക് പകരം ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് പരിശീലകനെ നിയമിക്കാൻ കഴിഞ്ഞ ദിനം BCCI തീരുമാനിച്ചത്. ഇപ്പോൾ ടീമും ഇട്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് നാട്ടിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ നാട്ടിലൊരു ടെസ്റ്റ് പരമ്പരയിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അതുപോലെ വിരാട് കോഹ്ലിയും സമ്പൂർണ്ണ പരാജയമായ ആ ഒരു പരമ്പരയ്ക്ക് ശേഷം നടത്തിയ ഓസ്ട്രേലിയൻ പര്യടനത്തിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ദൗർബല്യങ്ങൾ നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നു. വിരാട് കോഹ്ലി തുടർച്ചയായി ഓഫ് സ്റ്റമ്പിന് പുറത്തു പോകുന്ന പന്തുകളിൽ ബാറ്റ് വെച്ച് ക്യാച്ച് നൽകി പുറത്താവുന്നത് പതിവായിട്ടും അതിന് പരിഹാരമുണ്ടാക്കാൻ ഗംഭീറിനോ അഭിഷേക് നായർക്കോ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആക്ച്വലി എല്ലാവരും ഉത്തരവാദികളായിരുന്നെങ്കിലും അഭിഷേകിന്റെ സ്ഥാനം മാത്രമാണ് ഇപ്പോൾ ഏതാണ്ട് തുലാസിലായിട്ട് നിൽക്കുന്നത്. വിരാട് കോഹ്ലിയെ പോലെ മോഡേൺ ഡേ ക്രിക്കറ്റിലെ ഗോട്ടായ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് തന്നെ പറയാൻ കഴിയുന്ന താരത്തിന്റെ തെറ്റുകൾക്ക് എങ്ങനെയാവും അഭിഷേക് കുറ്റക്കാരനാവുക? അവരുടെ പിഴവുകൾക്ക് എങ്ങനെയാണ് ഇദ്ദേഹം മറുപടി പറയുക? മറ്റുള്ളവരെയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ സേഫ് ആക്കി നിർത്തി അഭിഷേക് മാത്രം സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്ന ഇടത്താണ് പ്രശ്നം ഉദിക്കുന്നത്. ഏതായാലും കോച്ച് ഗംഭീറിനേക്കാൾ കോച്ചിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അഭിഷേക് എന്നതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അഭിഷേക് നായർ എന്ന താരം പലപ്പോഴും നമുക്കറിയാം സൈലൻ്റായി തൻ്റെ കോച്ച് സ്ഥാനം കൊണ്ട്, തൻ്റെ പരിശീലക സ്ഥാനം കൊണ്ട് തിളങ്ങിയ കോച്ച് തന്നെയാണ്. ചിലർ അങ്ങനെയാണ്. നമുക്കറിയാം ടീമിൻ്റെ ജീവനാഡിയായിരിക്കും, എങ്കിലും പിന്നാമ്പുറത്ത് ഒരു സംവിധായകൻ്റെ റോളിലായിരിക്കും അവർ പലപ്പോഴും ഉണ്ടാവുക. താൻ പടുത്തുയർത്തിയ ചിത്രത്തിലെ നായകന്മാരൊക്കെയും മറ്റുള്ളവരുടെ പ്രശംസാ വാക്കുകൾക്കിടയിൽ മൂടി നിൽക്കുമ്പോൾ അവർ പതിയെ ഒരു ചെറുചിരിയുമായി നടന്നു നീങ്ങും. കഴിഞ്ഞ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം ചൂടിയ ആ ഒരു സമയത്ത് കൂടുതൽ പേരും അഭിനന്ദിച്ച പേരുകളിൽ ഒരാൾ ആ സമയത്ത് അവരുടെ മെന്ററായി ചാർജ് എടുത്ത മുൻ കൊൽക്കത്തൻ നായകൻ കൂടിയായ ഗൗതം ഗംഭീറായിരുന്നു. എല്ലാവരും ആ ഒരു സമയത്ത് ഗൗതം ഗംഭീറിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് ചൂടുമ്പോൾ അവരുടെ പ്രധാന സ്പിന്നറായ വരുൺ ചക്രവർത്തിയും വെങ്കടേഷ് അയ്യരുമെല്ലാം മറ്റൊരാളുടെ പേരുകൂടി പങ്കുകൂടി കാണാതെ പോകരുതെന്ന ലക്ഷ്യത്തോടു കൂടി ഈ ടീം കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപക്ഷെ ഗംഭീറിനേക്കാളും പങ്കുവഹിച്ച മറ്റൊരാളുടെ പേരുകൂടി പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. വിജയാഘോഷങ്ങൾക്കിടയിൽ കൊൽക്കത്തയുടെ വിജയത്തിന്റെ റിയൽ ഹീറോ ഡഗ്ഔട്ടിൽ ഗംഭീറിന് തൊട്ടടുത്തിരുന്ന ആ ഒരു മനുഷ്യനായിരുന്നു അഭിഷേക് നായരായിരുന്നു. അവരുടെ സഹപരിശീലകനായ മലയാളി കൂടിയായ അഭിഷേക് നായർ നമുക്കറിയാം മുമ്പ് മുംബൈ ഇന്ത്യൻസിന്റെ താരമായിരുന്നു. KKRനൊപ്പം കഴിഞ്ഞ സീസണുകളിലെല്ലാം ഒരു കോച്ചായി അഭിഷേക് ഉണ്ടായിരുന്നു. ടീമിന്റെ വളർച്ചയിൽ നിർണായക റോൾ അഭിഷേകിനും ഉണ്ടായിരുന്നു.
വൈഭവ് അറോറ, ഹർഷിത് റാണ തുടങ്ങിയ താരങ്ങൾ ആ സമയത്ത് KKRന്റെ കഴിഞ്ഞ തവണത്തെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ഇവരെ കണ്ടെത്തിയതിന് പിന്നിലും അഭിഷേകിന് പങ്കുണ്ടായിരുന്നു. ഇന്ത്യയിലെ യുവ പ്രതിഭകളെ ടീമിൽ എത്തിക്കുന്ന ചുമതല ഏറ്റെടുത്തുകൊണ്ട് ടീമിനെ വളർത്തിയത് അഭിഷേകായിരുന്നു. കൊൽക്കത്തൻ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരൊരു മികച്ച സംഘമായി വളർത്തിയതിന് പിന്നിൽ ഏറെ നാളായുള്ള അഭിഷേകിന്റെ അധ്വാനവും പ്രയത്നവും ഉണ്ട് എന്ന് ആ സമയത്ത് KKRലെ താരങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ടീമിലെ ഒരു വാഴ്ത്തപ്പെടാത്ത ഹീറോ ആയിരുന്നു അയാൾ. കളിച്ചിരുന്ന സമയത്ത് നമുക്കറിയാം, മുംബൈക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ച അദ്ദേഹം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസ്, കിങ്സ് 11 പഞ്ചാബ്, പൂനെ വാരിയേഴ്സ് ഇന്ത്യ, രാജസ്ഥാൻ റോയൽസ് എന്നിവയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിലെ മുടിചൂടാ മന്നന്മാരായ മുംബൈ ടീമിൽ ഒരു ദശാബ്ദത്തിലധികം നിർണായക സാന്നിധ്യമായിരുന്നു അഭിഷേക്. രഞ്ജി ട്രോഫിയിൽ ഉൾപ്പെടെ വിവിധ ആഭ്യന്തര ടൂർണമെന്റുകളിൽ പല തവണ മുംബൈയുടെ രക്ഷകനായി അവതരിച്ച് കൈയടി നേടിയ ഈ ഓൾറൗണ്ടറിന് രാജ്യാന്തര ക്രിക്കറ്റിൽ പക്ഷേ ആകെ അവസരം ലഭിച്ചത് 3 ഏകദിനങ്ങളിൽ മാത്രമായിരുന്നു. പ്രതിഭ ഉണ്ടായിട്ടും അവസരങ്ങൾ അധികമൊന്നും കിട്ടാതെ പോയ മറ്റൊരു നഷ്ടപുത്രനായി തന്നെ എണ്ണാം അഭിഷേകിനെയും. കാരണം രഞ്ജിയിൽ നമുക്കറിയാം, ശരിക്കും ആ സമയത്തെ മുംബൈയുടെ വലിയ സ്റ്റാറുകളിൽ ഒരാളായിരുന്നു അഭിഷേക്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ലക്ഷ്മി മന്ദിരത്തിൽ ലേഖയുടെയും ഒറ്റപ്പാലം സ്വദേശി മോഹൻ നായരുടെയും മകനായ അഭിഷേക് ജനിച്ചതും വളർന്നതും കേരളത്തിന് വെളിയിലാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെയും അതുപോലെ വിനോദ് കാംബ്ലിയുടെയും ഗുരുവായ രമാകാന്ത് അച്ഛരേക്കർ ശിവജി പാർക്കിലാണ് അന്ന് പരിശീലനം നൽകിയിരുന്നത്. അതിനടുത്ത് തന്നെയായിരുന്നു ആ കാലങ്ങളിൽ അഭിഷേകും അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബവും താമസിച്ചിരുന്നത്. അതിനാൽ അച്ഛരേക്കറുടെ കീഴിൽ പരിശീലനം നടത്താനുള്ള അവസരം അഭിഷേകിന് ചെറിയ പ്രായത്തിൽ തന്നെ ലഭിക്കുകയുണ്ടായി. സച്ചിനും കാംബ്ലിയും പഠിച്ച ശാരദാശ്രമം വിദ്യാമന്ദിർ സ്കൂളിലേക്ക് ചേർന്നതോടെ അഭിഷേകിലെ ക്രിക്കറ്റ് പ്രതിഭ കൂടുതൽ തെളിയുകയായിരുന്നു. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ടായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. പിന്നെ ബോളിങ്ങിലും ബാറ്റിങ്ങിലും പയറ്റുകയുണ്ടായി. അച്ഛരേക്കറിനൊപ്പം വിനോദ് കാംബ്ലി, പ്രവീൺ ആംബ്രെ എന്നിവരിലൂടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നരേഷ് ചുരിയുടെ ശിക്ഷണത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. അദ്ദേഹമാണ് അഭിഷേകിനെ ഒരു ഓൾറൗണ്ടറുടെ റോളിലേക്ക് മാറ്റിയത്, പരുവപ്പെടുത്തിയത്. പിന്നെ രൂപാറൽ കോളേജിലൂടെ മുംബൈ രഞ്ജി ടീമിലെത്തുന്നു. കരിയറിന്റെ അവസാന ഘട്ടത്തിൽ മുംബൈ വിട്ടെങ്കിലും പിന്നീട് പുതുച്ചേരിക്കായും അദ്ദേഹം കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഒരു സമയത്ത് നമുക്കറിയാം, IPLൽ മുംബൈ ഇന്ത്യൻസിന്റെ മധ്യനിരയിൽ നിരവധി ശ്രദ്ധേയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അഭിഷേക്. 2013 IPL ലേലത്തിൽ അന്ന് ഏതാണ്ട് 3.5 കോടി രൂപയ്ക്കാണ് പൂനെ വാരിയേഴ്സ് അഭിഷേകിനെ അന്ന് അവരുടെ ടീമിലെത്തിച്ചത്. 2012-13 സീസണിൽ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച ഓൾറൗണ്ടറിനുള്ള ലാല അമർനാഥ് പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട്. 103 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നും 46 എന്ന ശരാശരിയിൽ 5749 റൺസ്, 13 സെഞ്ചുറികൾ, 32 അർദ്ധ സെഞ്ചുറികൾ, 259 എന്ന ഉയർന്ന സ്കോർ. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 173 വിക്കറ്റുകൾ, 99 ലിസ്റ്റ് എ മത്സരങ്ങളിൽ 32 ആവറേജിൽ 2145 റൺസ്, 2 സെഞ്ചുറികൾ, 10 അർദ്ധ സെഞ്ചുറികൾ, 118 എന്ന ഉയർന്ന സ്കോർ. ഇത്രയും മത്സരങ്ങളിൽ നിന്നും 79 വിക്കറ്റുകൾ, 28 റൺസ് വഴങ്ങി 6 വിക്കറ്റ് വീഴ്ത്തിയ മികച്ച പ്രകടനം. ഇതാണ് അഭിഷേക് നായർ ആഭ്യന്തര മത്സരങ്ങളിൽ. പിൽക്കാലത്ത് കളിക്കാരനിൽ നിന്നും പരിശീലക വേഷത്തിലേക്ക് മാറിയ അഭിഷേക് ഇന്ത്യൻ താരങ്ങളായ ദിനേശ് കാർത്തിക്, ശ്രേയസ് അയ്യർ തുടങ്ങിയവരുടെ മെന്ററായിട്ടുണ്ട്. മുൻ അണ്ടർ-19 ക്യാപ്റ്റൻ ഉന്മുഖ് ചന്ദിന്റെയും മെന്ററായിരുന്നു അയാൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായിരുന്ന അഭിഷേക് പിന്നീടാണ് സഹപരിശീലകനായി റോൾ മാറിയത്. അപ്പോൾ ഇത്രയും അനുഭവ സമ്പത്തുള്ള അഭിഷേകിന് മാത്രമാണിപ്പോൾ, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മാത്രമാണിപ്പോൾ മറ്റൊരാളെ പ്രതിഷ്ഠിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ടീമിൽ മറ്റു പലരുടെയും പരാജയങ്ങളുടെ ഒരു ഉത്തരവാദി എന്ന രൂപത്തിൽ അഭിഷേകിനെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ആരാധകർ ഈ ഒരു നിയമനത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചതോടെ അടുത്ത മത്സരങ്ങളിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.